ഹായ് എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 2-ൻ്റെ ബാക്കി ഉള്ള 2-3 ടോപ്പിക്സിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ടൈലർ സീരീസ് മെത്തേഡാണ് പഠിച്ചത്. അപ്പോൾ അത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ, പിന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് 2 ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ, ദെൻ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ സോൾവ് ചെയ്യാനുള്ള വേറെ കുറച്ച് മെത്തേഡ്സും കൂടെ ഉണ്ട്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓയിലേഴ്സ് മെത്തേഡ് ആൻഡ് റങ്കി-കുട്ടാം മെത്തേഡ്. അപ്പോൾ 2 ടൈപ്പ് മെത്തേഡ്. അപ്പോൾ ആദ്യം നമുക്ക് ഓയിലർ മെത്തേഡ് നോക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഓയിലർ മെത്തേഡൊക്കെ ഭയങ്കര എളുപ്പമുള്ള മെത്തേഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓയിലർ മെത്തേഡിൻ്റെ ഇക്വേഷൻ ഇതാണ്: yn+1 = yn + h × f of x and y. അതായത് നമുക്കൊരു ഫംഗ്ഷൻ തരും, y' = f of x y എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫംഗ്ഷൻ എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഓക്കെ, y' = f of x y എന്നുള്ള രീതിയിലാണ് നമുക്ക് ആദ്യം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം തന്നെ dy/dx = f of x y, അതായത് y' = f of x y. അങ്ങനെയാണെങ്കിൽ നമുക്ക് f of x and y n f of x y അറിയാമെങ്കിൽ f of x and y n നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ h എന്ന് പറയുന്നത് ആ എക്സ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. x1 - x0 എന്ന് പറയുന്നതാണ് എച്ചിൻ്റെ വാല്യൂ. അതും നമുക്കറിയാം. ഇനി ഇത് yn+1 നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് yn. അതിപ്പോൾ ഇത് ഐട്രേഷൻ മെത്തേഡാണ്. നമുക്ക് y1 y2 നമുക്കറിയാം. നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻ തരുമ്പം x0-ൻ്റെയും y0-ൻ്റെയും വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് കണ്ടുപിടിക്കണം x1-ന് കറസ്പോണ്ടിങ് ആയിട്ട് y1 കണ്ടുപിടിക്കണം, x2-ന് കറസ്പോണ്ടിങ് ആയിട്ട് y2 കണ്ടുപിടിക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ y1 y2 വാല്യൂസൊക്കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് yn+1 = yn + h × f of x n y n. അപ്പോൾ ഇതിനകത്ത് y1-ൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതും? അപ്പോൾ n-ൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ y0 + h × f of x0 y0 ഇതായിരിക്കും y1-ൻ്റെ ഇക്വേഷൻ. y2-ൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? y1 + h × f of x1 y1. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ആ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. അത് ഓയിലർ മെത്തേഡിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് yn+1 = yn + h × f of x and y n. അപ്പോൾ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് ഓയിലർ മെത്തേഡ്. ഓയിലർ മെത്തേഡ് ഉണ്ട്, ഇംപ്രൂവ്ഡ് ഓയിലർ മെത്തേഡ് ഉണ്ട്, ദെൻ മോഡിഫൈഡ് ഓയിലർ മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് yn+1. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ട. അതിലും ഇച്ചിരൂടെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഇക്വേഷനാണ് കേട്ടോ. നിങ്ങൾ ഈ സെക്കൻഡ് ഇക്വേഷൻ നോക്കിയാൽ മതി. yn+1 = yn + 1/2 × k1 + k2, where k1 = h × f of x n y n and k2 = h × f of x n + h, y n + k1. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ ഉള്ളത് പറയാം കേട്ടോ. അപ്പോൾ ഓയിലർ മെത്തേഡിൻ്റെ ഇക്വേഷൻ, ഇംപ്രൂവ്ഡ് ഓയിലർ മെത്തേഡിന് ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. മറ്റേത് കാണുമ്പോൾ ഇച്ചിരി ലെങ്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് മോഡിഫൈഡ് ഓയിലർ മെത്തേഡ്. അതിൻ്റെ ഇക്വേഷൻ yn+1 = yn + h × f of x n + h/2 yn + 1/2 × h × f of x n y n. അപ്പോൾ ആ ഇക്വേഷൻസ് എല്ലാം കാണാതെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് തന്നെ കടക്കാം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണെന്ന് നോക്കിയാൽ, ഗിവൺ y' = -y and y of 0 = 1. Determine the value of y at x = 0.01, 0.02, 0.03 and 0.04 using Euler's method. Compare the results with the exact solution. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഓയിലർ മെത്തേഡ് യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ഓയിലർ മെത്തേഡിൻ്റെ ഇക്വേഷൻ എഴുതി. ഇനി നമുക്ക് y' = -y എന്ന് തന്നിട്ടുണ്ട്. y' നമ്മൾ വിളിക്കുന്നത് f of x y എന്നാണല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമുക്ക് f of x y = -y എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഇനിഷ്യൽ കണ്ടീഷൻസ് ഏതൊക്കെയാണ്? y of 0 = 1 എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ x0 0 ആകുമ്പോൾ y0-ൻ്റെ വാല്യൂ 1 ആയിരിക്കും. ആൻഡ് നമുക്ക് x0 0 ആണ് അല്ല, ഇപ്പോൾ നമുക്ക് കിട്ടിയ എന്താ, x0 0 ആണ്,
വൈ നോട്ട് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് 1 ആയിട്ട് കിട്ടും. ഇനി നമുക്ക് x1 എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ വാല്യൂസാണ്? 0.01 വാല്യൂ കണ്ടുപിടിക്കണം. x2 ഈക്വൽ ടു 0.02 വാല്യൂ കണ്ടുപിടിക്കണം. അതിനിപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് y1 കണ്ടുപിടിക്കണം, y2 കണ്ടുപിടിക്കണം, പിന്നെ 0.03 കറസ്പോണ്ടിങ് ആയിട്ട് y3 കണ്ടുപിടിക്കണം, അതിൻ്റെ 0.04 കറസ്പോണ്ടിങ് ആയിട്ട് y4 കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും വാല്യൂസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എച്ച് എന്നുള്ള വാല്യൂ വേണമല്ലോ. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? x1 മൈനസ് x0. അപ്പോൾ 0.01 മൈനസ് 0 എന്ന് പറയുന്നത് 0.01 കിട്ടും. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്ന എച്ച് വാല്യൂ. എച്ച് എന്ന് പറയുന്നത് 0.01. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ x0 0 ആണ്, y0 1 ആണ്. x1 ഈക്വൽ ടു 0.01 ആയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് y1 കണ്ടുപിടിക്കണം. x2 ഈക്വൽ ടു 0.02 കറസ്പോണ്ടിങ് ആയിട്ട് y2 വേണം, y3 വേണം, y4 വേണം. ഓക്കെ, ഇനി നമുക്ക് ആദ്യം വേണ്ടത് എന്താ? നമുക്ക് y0 ഉണ്ട്, നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് y1. അപ്പോൾ ഓയിലർ മെത്തേഡിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് y1 എന്ന് പറയുന്നത് ഇതിനകത്ത് y1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y1 ഈക്വൽ ടു y0 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് x0 y0 എന്ന് കിട്ടും. y0ൻ്റെ വാല്യൂ എന്താ? y0 1. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 പ്ലസ് എച്ചിൻ്റെ വാല്യൂ 0.01 ഇൻറ്റു എഫ് ഓഫ് x0 y0. x0ൻ്റെ വാല്യൂ 0, y0, അപ്പോൾ എഫ് ഓഫ് 0.1 എന്ന് കിട്ടും. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് വൈ ആണല്ലോ. എഫ് ഓഫ് എക്സ് വൈ മൈനസ് വൈ ആണ്. അപ്പോൾ എഫ് ഓഫ് 0.1 എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. അപ്പോൾ 1 പ്ലസ് 0.01 ഇൻറ്റു -1 ഈക്വൽ ടു 0.99. അപ്പോൾ നമുക്ക് y1ൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നമുക്കിതുപോലെ തന്നെ y2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, y2 എന്ന് പറയുന്നത് y1 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് x1 y1. y1ൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചാൽ 0.99 പ്ലസ് എച്ചിൻ്റെ വാല്യൂ 0.01 ഇൻറ്റു എഫ് ഓഫ് x1 x1 എന്ന് പറയുന്നത് 0.01 ആയിരുന്നു. y1 നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 0.9. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.9801 കിട്ടി. ഇനി y3 കണ്ടുപിടിക്കുക. y3 എന്ന് പറഞ്ഞാൽ y2 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് x2 y2 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 0.9801 പ്ലസ് h 0.01 ഇൻറ്റു എഫ് ഓഫ് x2 എന്ന് പറയുന്നത് 0.02 ആയിരുന്നു. y2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 0.9801 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.97029 എന്ന് കിട്ടും. സിമിലർലി y4 എന്ന് പറഞ്ഞാൽ y3 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് x3 y3 ആ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് y4ൻ്റെ വാല്യൂവും കിട്ടി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എല്ലാ വാല്യൂസും ആയി. ഓക്കെ, ദെൻ നമുക്ക് ക്വസ്റ്റിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. കമ്പയർ ദ റിസൾട്ട് വിത്ത് ദ എക്സാക്റ്റ് സൊല്യൂഷൻ. നമ്മളിപ്പോൾ ഇത് ഓയിലർ മെത്തേഡാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ ഈ ചെയ്യുന്ന മെത്തേഡ്സ് എല്ലാം ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. എക്സാക്റ്റ് സൊല്യൂഷൻ അല്ല, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിനോട് എക്സാക്റ്റ് വാല്യൂ കൂടെ കണ്ടുപിടിക്കാൻ നമ്മളോട് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എക്സാക്റ്റ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ? y ഡാഷ് ഈക്വൽ ടു മൈനസ് വൈ. y ഡാഷ് എന്ന് വെച്ചാൽ dy ബൈ dx ഈക്വൽ ടു മൈനസ് വൈ എന്ന് എഴുതാം. അപ്പോൾ നമ്മളിതിനെ വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് മാറ്റാം. അതായത് വൈയുടെ ടേംസ് എല്ലാം ഒരു സൈഡിലേക്കും എക്സിൻ്റെ ടേംസ് എല്ലാം മറ്റൊരു സൈഡിലേക്കും കൊണ്ടുവന്നു. അപ്പോൾ ഈ മൈനസ് വൈ എപ്പുറത്തോട്ട് വന്ന് എന്താവും? dy ബൈ വൈ ഈക്വൽ ടു മൈനസ് dx എന്നാവും. ഓക്കെ, ഇനി നമ്മൾ രണ്ട് സൈഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ dy ബൈ രണ്ട് സൈഡിൽ ഇൻ്റഗ്രേഷൻ കൊടുത്താൽ ഇൻ്റഗ്രൽ dy ബൈ dy ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് dx എന്ന് കിട്ടും. ഇൻ്റഗ്രൽ 1 ബൈ വൈ എന്ന് പറയുന്നത് ലോഗ് വൈ ആണ്. അപ്പോൾ ലോഗ് വൈ ഈക്വൽ ടു dxൻ്റെ ഇൻ്റഗ്രൽ x ആണ്. അപ്പോൾ -x എന്ന് കിട്ടും. അപ്പോൾ ലോഗ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ടിടത്തും എക്സ്പോണൻഷ്യൽ e കൊടുക്കുന്നു. e log y ഈക്വൽ ടു e -x എന്നാവും. e log y എന്ന് പറഞ്ഞാൽ y ആണ്. അവിടെ റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. e log a എന്ന് പറഞ്ഞാൽ a ആണ്. അപ്പോൾ y ഈക്വൽ ടു e -x. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷൻ. y എന്ന് പറയുന്നത് e -x. നമുക്ക് y1 വേണം. y1 എന്ന് വെച്ചാൽ y ഓഫ് 0.0 ആണ്. അപ്പോൾ e-xൻ്റെ സ്ഥാനത്ത് 0.01 കൊടുക്കുമ്പോൾ നമുക്ക് 0.99004 എന്ന് കിട്ടും. നോക്കിയാൽ നമ്മളിവിടെ ഓയിലർ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ച y1 എന്തായിരുന്നു? 0.99 ആയിരുന്നു. അപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അടുത്ത y2 സെയിം രീതിയിൽ കണ്ടുപിടിക്കുക. y2 നമുക്ക് എന്ത് കിട്ടും? y2 എന്ത് കിട്ടും? y2 ഈക്വൽ ടു y ഓഫ് 0.02 e -0.02 എന്ന് പറഞ്ഞാൽ 0.98019. നമുക്കിവിടെ കിട്ടിയ y2 എന്തായിരുന്നു? 0.9801 എന്നാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ ഒരു 9 കൂടെ ഉണ്ട്. അതുപോലെ y3 സെയിം കണ്ടുപിടിക്കുക, അതും ഡിഫറൻസ് ഉണ്ട്. y4 കണ്ടുപിടിക്കുക, അതും തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓയിലർ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഓയിലർ മെത്തേഡ് വളരെ സിമ്പിളാണ്. ഇക്വേഷനകത്ത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഓയിലർ മെത്തേഡിൻ്റെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ, സിമ്പിളാണ്.
ഓക്കെ, ഇനി അടുത്തത് ഇംപ്രൂവ്ഡ്. നമ്മൾ ഓയിലർ മെത്തേഡ് പഠിച്ചു, ഇക്വേഷൻ കണ്ടായിരുന്നു, ഇംപ്രൂവ്ഡ് ഓയിലർ മെത്തേഡ് കണ്ടു, മോഡിഫൈഡ് ഓയിലർ മെത്തേഡ് കണ്ടു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇനി അടുത്തത് ഇംപ്രൂവ്ഡ് ഓയിലർ മെത്തേഡിൻ്റെ പ്രോബ്ലം നോക്കാം. യൂസിങ് ഇംപ്രൂവ്ഡ് ഓയിലർ മെത്തേഡ് സോൾവ് y ഡാഷ് ഈക്വൽ ടു y പ്ലസ് e റേസ് ടു എക്സ് ഫോർ y ഓഫ് 0 ഈക്വൽ ടു 0 ഫോർ എക്സ് ഈക്വൽ ടു 0.2 ആൻഡ് 0.4 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇംപ്രൂവ്ഡ് ഓയിലർ മെത്തേഡിൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഇക്വേഷൻ എഴുതേണ്ട, പകരം yn പ്ലസ് 1 ഈക്വൽ ടു yn പ്ലസ് 1 ഈക്വൽ ടു yn പ്ലസ് 1/2 ഇൻറ്റു k1 പ്ലസ് k2 എന്നുള്ള ഇക്വേഷൻ കൊടുക്കുക. ഓക്കെ, ആ ഇക്വേഷൻ ആയിരിക്കും കുറച്ചുകൂടെ എളുപ്പം. വേർ k1 ഈക്വൽ ടു എന്താണെന്ന് എഴുതുക, k2 ഈക്വൽ ടു എന്താണെന്ന് എഴുതുക, ആ ഇക്വേഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ആ ഇക്വേഷൻ എഴുതി. വേർ k1 ഈക്വൽ ടു h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ ആൻഡ് k2 ഈക്വൽ ടു h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ പ്ലസ് എച്ച് വൈ എൻ പ്ലസ് k1 ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ആസ് യൂഷ്വൽ വൈ ഡാഷ് എന്ന് തന്നിട്ടുണ്ട്. വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ പ്ലസ് ഇ റേസ് ടു എക്സ് എന്ന് എഴുതാം. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഇനിഷ്യൽ കണ്ടീഷൻ വൈ ഓഫ് 0 ഈക്വൽ ടു 0 ആണ് എന്ന് വെച്ചാൽ എക്സ് നോട്ട് 0 ആകുമ്പോൾ വൈ നോട്ട് 0 ആവും. നമുക്ക് 0.2നും 0.4നും കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ x1 എന്ന് പറയുന്നത് 0.2 ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y1 വേണം. x2 ഈക്വൽ ടു 0.4 ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y2 കണ്ടുപിടിക്കണം. h എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അത് 0.2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് എഴുതുക, ഇംപ്രൂവ്ഡ് ഓയിലർ മെത്തേഡിൻ്റെ ഇക്വേഷൻ y1 നമുക്ക് ആദ്യം വേണ്ടത് y1 ഈക്വൽ ടു y0 പ്ലസ് 1/2 ഇൻറ്റു k1 പ്ലസ് k2 ആണ്. വേർ k1 ആദ്യം കണ്ടുപിടിക്കുക. k1 എന്ന് പറയുന്നത് h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, h എന്ന് പറയുന്നത് 0.2 ആണ്, ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് വൈ പ്ലസ് ഇ റേസ് ടു എക്സ്. എക്സ് നോട്ടിൻ്റെ വാല്യൂ 0, വൈ നോട്ടിൻ്റെ വാല്യൂ 0. അപ്പം വൈ പ്ലസ് വൈ നോട്ട് 0 ആണല്ലോ, അപ്പോൾ 0 പ്ലസ് ഇ റേസ് ടു എക്സ്, എക്സ് നോട്ടിൻ്റെ വാല്യൂ 0, അപ്പോൾ 0 പ്ലസ് ഇ റേസ് ടു 0 വരും. ദാറ്റ് ഈസ് 0.2 ഇൻറ്റു ഇ റേസ് ടു 0യുടെ വാല്യൂ 1. അപ്പോൾ 0.2 ഇൻറ്റു 1 ഈക്വൽ ടു 0.2 എന്ന് കിട്ടി. ഇനി k2ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി, h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ പ്ലസ് എച്ച് വൈ എൻ പ്ലസ് k1. അപ്പോൾ എന്ത് കിട്ടും, k2 ഈക്വൽ ടു h ഇൻറ്റു h എന്ന് പറയുന്നത് 0.2 ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എച്ച് ആണ്, എക്സ് നോട്ട് പ്ലസ് എച്ച്, ഞാൻ ഇക്വേഷൻ എഴുതാം, എക്സ് നോട്ട് പ്ലസ് എച്ച് വൈ നോട്ട് പ്ലസ് k1 ആണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് 0.2 ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് 0 ആയിരുന്നു, 0 പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ h 0.2 ആണ്, അപ്പോൾ അത് 0.2. y1 എന്ന് പറയുന്നത് നമ്മളിപ്പം വൈ നോട്ട് എന്ന് പറയുന്നത് 0 ആയിരുന്നു, അപ്പോൾ 0 പ്ലസ് k1 നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് 0.2, അപ്പോൾ 0.2 എന്നാണ് വരുന്നത്, ഈക്വൽ ടു 0.2 ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് ഇ റേസ് ടു എക്സ്. അപ്പോൾ ഇവിടുത്തെ വൈയുടെ വാല്യൂ 0.2 ആണ്, 0.2 പ്ലസ് ഇ റേസ് ടു 0.2 കാൽക്കുലേറ്റ് ചെയ്യാം, അതിൻ്റെ വാല്യൂ അതാണ് ഈ കൊടുത്തേക്കുന്നത്. 0.2 ഇൻറ്റു കണ്ട 0.2 ഇൻറ്റു 0.2 പ്ലസ് ഇ റേസ് ടു 0.2, അതിൻ്റെ വാല്യൂ 0.28428 എന്ന് കിട്ടി. അപ്പോൾ k1 കിട്ടി, k2 കിട്ടി. ഇനി നമ്മൾ y1ൻ്റെ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y1 എന്ന് പറയുന്നത് y0 പ്ലസ് 1/2 ഇൻറ്റു k1 പ്ലസ് k2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.24214 എന്ന് കിട്ടും. ഇനി നമുക്ക് ഒരു വാല്യൂ കൂടെ കണ്ടുപിടിക്കാൻ, എന്തായിരുന്നു, y2 കണ്ടുപിടിക്കണം. y2ൻ്റെ ഇക്വേഷൻ എന്താ, y1 പ്ലസ് 1/2 ഇൻറ്റു k1 പ്ലസ് k2, വേർ അവിടെയും k1 കണ്ടുപിടിക്കുക, h ഇൻറ്റു എഫ് ഓഫ് x1 y1. അപ്പോൾ അത് സിമിലർ യൂഷ്വലായിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.29270 കിട്ടും. k2ൻ്റെ ഇക്വേഷൻ എന്ത് വരും, h ഇൻറ്റു എഫ് ഓഫ് x1 പ്ലസ് എച്ച് എക്സ് എൻ പ്ലസ് എച്ച് വൈ എൻ പ്ലസ് k1. അപ്പോൾ എക്സ് എന്നിൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്, x1 പ്ലസ് എച്ച് y1 പ്ലസ് k1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഈ k1 ആണ്. ഇനി നമുക്ക് ഈ വാല്യൂസ് തൊട്ടും y1 കണ്ടുപിടിക്കുന്ന വാല്യൂസ് ഒന്നും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. ഓക്കെ, എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.591156 എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട്, അപ്പോൾ k2ൻ്റെ വാല്യൂ കിട്ടി, k2ൻ്റെ k1ൻ്റെ വാല്യൂസ് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് y2ൻ്റെ വാല്യൂവും കിട്ടി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്ന. ഈ
ഇക്വേഷൻ എഴുതുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോന്നാൽ മതി. അപ്പം ഇത്രയാണ് ഇതിനകത്ത് വരുന്ന പ്രോബ്ലംസ്. മോഡിഫൈഡ് ഓയിലർ മെത്തേഡും സെയിം രീതിയിൽ നിങ്ങൾ ആ വാല്യൂസ് എക്സ് നോട്ട് ഇക്വേഷൻ ഡയറക്റ്റ് നന്നായിട്ട് എഴുതാൻ പഠിക്കുക. അതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതി മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത് എന്തായാലും ഓയിലർ മെത്തേഡിൻ്റെ പ്രോബ്ലംസ് എന്തായാലും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റങ്കിക്കുട്ട മെത്തേഡും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.